സംഘർഷത്തെ തുടർന്ന് അടച്ചിട്ട എറണാകുളം മഹാരാജാസ് കോളേജ് നാളെ തുറക്കും. കോളേജ് അധികൃതരുടെയും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സംയുക്ത യോഗത്തിലാണ് തീരുമാനം. കോളേജിലെ ഇടയ്ക്കിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നേരിട്ട് യോഗം വിളിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. അതിനിടെ കോളേജിലെ യൂണിയൻ അഡ്വൈസറായ അധ്യാപകൻ ഡോക്ടർ കെ എം നിസാമുദ്ദീനെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് രംഗത്തെത്തി. കൂടുതൽ സുരക്ഷയൊരുക്കിയും നിയന്ത്രണങ്ങൾ കടുപ്പിച്ചുമാണ് മഹാരാജാസ് കോളേജ് തുറക്കാൻ തീരുമാനിച്ചത്. കോളേജ് അധികൃതരും വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും യോഗം ചേർന്നാണ് കോളേജിൽ സമാധാന അന്തരീക്ഷം സ്ഥാപിക്കാൻ ധാരണയായത്. രക്ഷിതാക്കൾ ഇവിടുത്തെ സുരക്ഷാ സംവിധാനങ്ങളും വിദ്യാർത്ഥികൾക്ക് സമാധാനപൂർവ്വമായി പഠിക്കാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കണം എന്നാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. സെക്യൂരിറ്റി ഇഷ്യൂസുമായി ബന്ധപ്പെട്ട് കോളേജിലേക്ക് 5 സെക്യൂരിറ്റിമാരെ നിയമിക്കുന്നതിനുള്ള അനുമതി നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാരിലേക്ക് ഡയറക്ടറിലേക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. 6 മണിക്ക് തന്നെ നമ്മൾ ഗേറ്റ് ക്ലോസ് ചെയ്യുന്നതിന് ഇന്നത്തെ മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുണ്ട്. പോലീസ് സാന്നിധ്യം ഇവിടെ കുറച്ച് ദിവസങ്ങൾ ഉണ്ടാകും. മഹാരാജാസിലെ പ്രശ്നങ്ങൾ സർക്കാർ ഗൗരവത്തോടെ കാണുന്നതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും വ്യക്തമാക്കി. ശാശ്വത പരിഹാരത്തിന് നേരിട്ടിടപെടുമെന്നും മന്ത്രി. സംസ്ഥാനത്തെ ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ ഒന്നാണ് മഹാരാജാസ് കോളേജ്. അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ടാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അവിടുത്തെ വിഷയങ്ങളെ കാണുന്നത്. ഞാൻ ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് അവിടെ യോഗം വിളിച്ചു ചേർക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. അതിനിടെ കോളേജിലെ യൂണിയൻ അഡ്വൈസറായ അറബിക് ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകൻ ഡോക്ടർ കെ എം നിസാമുദ്ദീനെതിരെ നിലപാട് ഘടിപ്പിച്ച ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് രംഗത്തെത്തി. അധ്യാപകനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച ഫ്രറ്റേണിറ്റി അദ്ദേഹത്തിനെതിരെ നിയമ നടപടിക്കും സമര പരിപാടികൾക്കുമുള്ള തയ്യാറെടുപ്പിലാണ്. റിപ്പോർട്ടർ, കൊച്ചി.